അങ്ങനെ നമ്മുടെ അടുത്ത വീക്കെൻഡ് വന്നെത്തി പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായി നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന്. ചേട്ടനും ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ വീടൊക്കെ പൂട്ടിയിട്ട് ചേട്ടൻ്റെ പുതിയ വണ്ടിയായ ജിംനിയിലാണ് പോകാമെന്ന് പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പുനലൂർ തൂക്കുപാലത്തിലേക്കാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ സ്ഥലം കൊല്ലമാണെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. പക്ഷേ അതൊരു നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെ അതായത് കേരളത്തിലുള്ളൊരു സ്ഥലമാണെന്ന് തോന്നില്ല. എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു എവിടെ സ്ഥലം എന്നൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ കണ്ടൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ലൊരു ബിരിയാണിയൊക്കെ അടിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഒരു ഓഫ് റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത റൂട്ടിലാണ് നമ്മൾ പോയത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ സിനിമയിലോ എവിടേക്കോ മറന്ന ഒരു സ്ഥലം പോലെ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. ആരുമില്ല, ചുറ്റും ആരുമില്ല, ഞങ്ങൾ മാത്രം. ഈ കാണുന്ന സ്ഥലത്തുണ്ടല്ലോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. ചേട്ടൻ പറഞ്ഞ റോഡ് തന്നെയായിരുന്നു, പക്ഷേ അവിടെ റോഡ് പണിക്ക് എന്തോ വേണ്ടിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ഞങ്ങൾ ഈ ഒരു വണ്ടർലാൻഡ് പോലെ ആയിരുന്നു. കാര്യം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത സ്ഥലം, ഭയങ്കര ഭംഗിയും ചുറ്റും പച്ചപ്പ്, ഇങ്ങനെ ചില അരുവികൾ അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു അരുവിയിൽ ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് കുറച്ച് സ്ലോമോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. അവിടെ പിന്നെ ഒരുപാട് മയിലുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഒട്ടും തീരെ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ പെട്രോളിൻ്റെ കാര്യമൊക്കെ ഞങ്ങളങ്ങ് മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു വീട്ടിലൊക്കെ ചോദിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പെട്രോൾ കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ യാത്ര മുന്നോട്ട് പോയത്. അതിനുശേഷം ഞങ്ങൾ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് തിരിച്ചു പോയി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ വന്നത്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അമ്പനാട് എസ്റ്റേറ്റ് എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു ബൈക്കർ ചേട്ടനാണ് നമുക്ക് അവിടുത്തെ സ്റ്റേ എല്ലാം സെറ്റാക്കി തന്നത്. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് നമ്മൾ കൊല്ലത്തുള്ളവർക്ക് പോകാൻ പറ്റിയെന്നത് അധികം ദൂരവും ഇല്ല, എന്നാൽ നമുക്ക് പോവുകയും ചെയ്യാം. ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ അമ്പനാടെന്ന് പറയുന്നത്. പോകുന്ന വഴിയാണെങ്കിലും ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ റിസോർട്ടല്ല, നമ്മുടെ എസ്റ്റേറ്റ് പറയാമെന്ന് എനിക്കറിയില്ല, ഒരു കോട്ടേജിലെത്തി നമ്മൾ. ഇതാണ് നമ്മുടെ കോട്ടേജ്. അവിടെ ഇഷ്ടംപോലെ മയിലുണ്ട്. കണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ തന്നെ മയിലിരിക്കുന്ന കാണാം. ഒരുപാട് മയിലുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ സൗണ്ട് കേൾക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അടുത്ത് ഈ ഒരു മയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നല്ലൊരു പാറയുടെ മുകളിൽ ചെന്നാൽ നല്ല കാറ്റും നല്ല വ്യൂ ഒക്കെയാണ്. നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാം. പക്ഷേ ഞങ്ങൾ ചെന്നത് കുറച്ച് ലേറ്റായി. കാരണം നമ്മൾ തിരിച്ച് പോയി പെട്രോളൊക്കെ അടിച്ച് കാര്യം നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഇരുട്ടുന്നതിന് മുന്നേ വേഗം അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നതാണ്. അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അവിടെ ഇരുന്നു. കാറ്റിൻ വീറും കണ്ടേ ഇരുളാത്തും വഴികളും. ഇവിടെ സ്ഥിരമായിട്ട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോയത് വേറൊരു വഴി കൂടെയാണ്. അത് ആ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇവിടെ പിന്നെ നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് പിന്നെ അടുത്തൊരു ചോല പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് ചെന്നിട്ട് കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ കോട്ടേജിലേക്കാണ് പോയത്. അവിടെ ഒരു കെയർ ടേക്കറും വൈഫും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഫുഡൊക്കെ സെറ്റാക്കി തരും. പിന്നെ ചിക്കനൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. കാര്യം ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നേരത്തെയൊക്കെ പറയണമെന്ന് തോന്നുന്നു. ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലേ. അത് കാരണം ആ ചേട്ടനെ ഞങ്ങളോട് പറഞ്ഞിരുന്നു ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു രാത്രി. പിന്നെ ഇത് രാവിലെ കണ്ട സീനാണ്. എൻ്റെ പൊന്നെ, ഇത് വന്നിട്ട് കുറേ നേരം നമ്മൾ മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മയിലിങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടത്. അത് നമുക്ക് കുളിർക്കുക, നമുക്ക് കണ്ട് അത്രയ്ക്ക് നേരം അതിങ്ങനെ പീലി വിടർത്തി നിന്നായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ നമ്മൾ പാക്ക് ചെയ്തു. നമുക്ക് വേറെ കുറേ സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നൊരു ദിവസം വരാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത് ഈ വഴിയുടെ പേര് ആനച്ചാടി എന്നാണ്. അപ്പോൾ ആനച്ചാടി വഴിയാണ് ഞങ്ങൾ പോയത്.
ഈ റോഡൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ, ഭയങ്കര ഭംഗിയാണ്. പിന്നെ പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആന പിണ്ടം കിടപ്പുണ്ട്. അപ്പം ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നും. അതിനുശേഷം തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ ഇത്. അടുത്ത് ഇങ്ങനെ അരുവികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പെട്ടെന്നൊരു ട്രിപ്പ് പോകുന്നു, അത് ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആവുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ. അത് നല്ല സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വീക്കെൻഡ് ഒരുപാട് നാൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു വീക്കെൻഡ്